നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ശരിക്കും എവിടെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ പാർലമെന്റ് ചർച്ചകളിലൊന്നുമല്ല, ദേശീയ നേതാക്കളുടെ വലിയ പ്രഖ്യാപനങ്ങളിലുമല്ല, അല്ലേ? അതിന്റെ യഥാർത്ഥ തുടിപ്പ്, അതിന്റെ ആത്മാവ് ഓരോ നിയോജക മണ്ഡലത്തിലുമാണ്. അതുകൊണ്ട് നമുക്ക് നേരെ ഇടുക്കിയുടെ ഹൃദയത്തിലേക്ക് പോകാം. അവിടെ ഒരൊറ്റ വോട്ടിന്, അല്ലെങ്കിൽ ഒരു മോശം റോഡിന്, എന്തിന്, ഒരു തുള്ളി വെള്ളത്തിന് പോലും ഒരു തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണാം. അതെ, ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന്റെ ഓരോ നിയോജക മണ്ഡലങ്ങളെയും മനസ്സിലാക്കണം. അപ്പോ നമ്മുടെ ഈ യാത്രയിൽ കേരളത്തിലെ ഈ മലയോര മണ്ഡലം ഇടുക്കി വെറുമൊരു സ്ഥലമല്ല, അത് രാജ്യത്തിന്റെ വലിയൊരു രാഷ്ട്രീയ ചിത്രം കാണിച്ചു തരുന്ന ഒരു മൈക്രോസ്കോപ്പ് പോലെയാണ്. അതുകൊണ്ട് ഇടുക്കിയുടെ കഥയെന്നത് ഒരു ലോക്കൽ പൊളിറ്റിക്സ് മാത്രമല്ല, അത് നമ്മുടെ എല്ലാം ജനാധിപത്യത്തിന്റെ ഒരു കണ്ണാടിയാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രതീക്ഷകളും അവരുടെ പേടിയുമൊക്കെ രാജ്യത്തിന്റെ തന്നെ വികാരങ്ങളാണ്. അപ്പോ ശരിക്കും എന്താണ് ഒരു ഇലക്ഷന്റെ വിധി തീരുമാനിക്കുന്നത്? വലിയ വലിയ വാഗ്ദാനങ്ങളാണോ, അതോ നമ്മുടെ വീടിന് മുന്നിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണോ? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നത്. എവിടെയാണ് യഥാർത്ഥ ജനവിധി ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒരുമിച്ചു നോക്കാം. വരൂ, കണക്കുകൾക്കപ്പുറം കഥകൾക്കപ്പുറം ഇവിടുത്തെ മണ്ണിലേക്കിറങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ വിശകലനത്തിന്റെ ആദ്യ ഭാഗം ഇടുക്കി മലനിരകളുടെ തുടിപ്പ്. നമുക്ക് ഇടുക്കിയെ വെറുമൊരു ഇലക്ഷൻ മണ്ഡലമായിട്ട് കാണണ്ട, പകരം അവിടുത്തെ ഭൂമി, അവിടുത്തെ ആളുകളുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് ആദ്യം നോക്കാം. കാരണം യഥാർത്ഥ രാഷ്ട്രീയം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇടുക്കി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥലമല്ല. അതൊരു ഹൈറേഞ്ച് മിഡ്ലാൻഡ് ഏരിയയാണ്. കടൽ തീരമൊന്നുമില്ല. ഇനി അവിടുത്തെ ജനങ്ങളെ നോക്കിയാലോ? ഏകദേശം 49% ഹിന്ദുക്കൾ, 43% ക്രിസ്ത്യാനികൾ, പിന്നൊരു 7.4% മുസ്ലിങ്ങൾ. ഈയൊരു ഡെമോഗ്രാഫിക് മിക്സില്ലേ, അത് അവിടുത്തെ രാഷ്ട്രീയത്തെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആക്കി നിർത്തുന്നുണ്ട്. ഇനി സമ്പദ്വ്യവസ്ഥയുടെ കാര്യം, അതിന്റെ നട്ടെല് കൃഷിയാണ്, പ്രധാനമായും സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയുമൊക്കെ. പിന്നെ ഗൾഫ് പണവും ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയുമോ? വളരെ ലോലമായ ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ എങ്ങനെ വികസനം കൊണ്ടുവരാമെന്നുള്ളതാണ്. ഈയൊരു സംഘർഷമാണ് ശരിക്കും ഇടുക്കിയുടെ രാഷ്ട്രീയത്തിന്റെ കാതൽ. ശരി, ഇനി നമുക്ക് നേരെ ഇലക്ഷൻ കണക്കുകളിലേക്ക് കടക്കാം. ചിലപ്പോൾ കഥകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ നമ്പറുകൾ നമ്മളോട് പറയും. 2021 റിസൾട്ട് ഇടുക്കിയിലെ പൊളിറ്റിക്കൽ ടെൻഷൻ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ദാ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. എത്ര ടൈറ്റായിരുന്നു മത്സരമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. LDFന് കിട്ടിയത് 47.48% വോട്ട്, UDFന് 43.24%. അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറും 4% താഴെയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ഇടുക്കിയിൽ ഓരോ വോട്ടും അത്രയും വിലപ്പെട്ടതായിരുന്നു. ഒരു ചെറിയ ഗ്രൂപ്പ് വോട്ടർമാർ ഒന്നു മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ കഥ തന്നെ മാറിയേനെ. ആ വ്യത്യാസം എത്രയാണെന്നറിയോ? വെറും 5573 വോട്ടുകൾ. ഒന്നുകൂടി കേൾക്കണം, 5573 വോട്ട്. ആലോചിച്ചു നോക്കൂ, ഇത്രയും ചെറിയൊരു സംഖ്യ. അതാണ് ഒരു വലിയ നിയോജകമണ്ഡലത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭാവി തീരുമാനിച്ചത്. ഇത് കാണിക്കുന്നതെന്താ? ഒരു ഇലക്ഷൻ റിസൾട്ട് എത്രത്തോളം നേർത്തൊരു നൂൽപ്പാലത്തിലാണെന്നല്ലേ? ഇനി ഈ ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ കൂടെ ഈ കണക്ക് കൂടി ചേർത്തു വായിക്കണം. 2016 76.6% പോളിംഗ്. അത് 2021 68.9% കുറഞ്ഞു. ഏകദേശം 8% ഒരു വലിയ ഇടിവ്. എന്നുവച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാൻ പോയില്ല. എന്തുകൊണ്ടായിരിക്കും? രാഷ്ട്രീയത്തിൽ മടുപ്പ് തോന്നിയോ, അതോ എന്റെ ഒരു വോട്ടുകൊണ്ട് എന്തു മാറാനാണ് എന്ന് ചിന്തിച്ചോ? കാരണം എന്തുമായിക്കോട്ടെ, വോട്ട് ചെയ്യാതിരുന്ന ആ ആളുകളുടെ തീരുമാനം അത് ഈ ഇലക്ഷന്റെ ഫലത്തിൽ നിർണായകമായി. ഓക്കെ, അപ്പോ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് വെറും നമ്പറുകളല്ല, അത് മനുഷ്യരുടെ വികാരങ്ങളാണ്, അവരുടെ ആവശ്യങ്ങളാണ്. ഇനി നമുക്ക് ആ കണക്കുകൾക്ക് പിന്നിലുള്ള മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ടാണ് വോട്ടർമാർക്ക് നിരാശയുണ്ടായത്? എന്തൊക്കെയായിരുന്നു അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? അപ്പോ ആളുകളുടെ ഈ അസംതൃപ്തിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, വിലക്കയറ്റം. സാധാരണ കർഷകരെയും ദിവസക്കൂലിക്കാരെയുമൊക്കെ അത് വല്ലാതെ ബാധിക്കുന്നു. ജീവിത ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഗൾഫിൽ നിന്ന് മടങ്ങി വന്നവരുടെ കാര്യം. ജോലിയില്ലാതെ അവർ വലിയ സ്ട്രെസ്സിലാണ്. പോരാത്തതിന് വന്യജീവികളുടെ ആക്രമണം ഗ്രാമങ്ങളിലെ ജീവിതം പേടി സ്വപ്നമാക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് വെള്ളവും റോഡുമില്ലാത്ത അവസ്ഥ. അവസാനം വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് പണ്ടത്തെ പോലെ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്നൊരു തോന്നലും ജനങ്ങൾക്കുണ്ട്. ഒരുതരം വെൽഫെയർ ഫെറ്റീഗ് എന്ന് പറയാം. ഈ പ്രശ്നങ്ങളെല്ലാം കേവലം ഭരണപരമായ വീഴ്ചകൾ മാത്രമല്ല, അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. പൊതുകാര്യങ്ങളെക്കുറിച്ച് അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ജനാധിപത്യം.
ഈ പരാതികൾ ആ സംഭാഷണത്തിന്റെ ഭാഗമാണ്. ഈ റിപ്പോർട്ടിൽ ഒരു വാചകമുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടപ്പനയിലെ സ്ഥിരമായ ടാങ്കർ ആശ്രയതത്വം. ഇതൊരു ടെക്നിക്കൽ വാക്കൊന്നുമല്ല, ഇതൊരു ജനതയുടെ നിസ്സഹായതയാണ് കാണിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, കുടിവെള്ളം, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം. അതിനുവേണ്ടി എല്ലാ ദിവസവും ഒരു ടാങ്കർ ലോറി വരുന്നത് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ. എന്താണ് ഈ പൈപ്പ്ഡ് സപ്ലൈ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? നന്നായി മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. എന്നിട്ടും അവിടുത്തെ ആളുകൾക്ക് പൈപ്പിലൂടെ സ്ഥിരമായി വെള്ളം കിട്ടുന്നില്ല. ഇതൊരു സിസ്റ്റത്തിന്റെ വലിയ പരാജയമാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? എപ്പോൾ വരുമെന്നൊരു ഉറപ്പുമില്ലാത്ത, വലിയ വില കൊടുക്കേണ്ടി വരുന്ന ടാങ്കറുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. കട്ടപ്പനയിലെയും കഞ്ഞിക്കുഴിയിലും ഓരോ കുടുംബവും എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു പോരാട്ടമാണിത്. ഇത് വെറുമൊരു അസൗകര്യമല്ല, ഇത് മനുഷ്യന്റെ അന്തസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. ശരി, ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു ജനതയുടെ മുന്നിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് ചെല്ലേണ്ടത്? വെറുതെ പരാതി കേട്ടിട്ട് പോയാൽ മതിയോ? പോരല്ലോ, വ്യക്തമായൊരു ആക്ഷൻ പ്ലാൻ വേണം. അപ്പോൾ നമുക്കിനി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് പോകാം. ഈ പറയുന്ന പരാതികളെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനെ നമുക്ക് ചതുർമുഖ തത്വം എന്ന് വിളിക്കാം. ഒരു ബ്ലൂ പ്രിന്റ് ഫോർ ആക്ഷൻ. 4 മുഖങ്ങളുണ്ടിതിന്. ഒന്ന്, ശിവന്റെ തത്വം, അതായത് അഗ്രഷൻ. ഭരണപക്ഷത്തിന്റെ പരാജയങ്ങളെ, ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ ധൈര്യമായി വിമർശിക്കുക. 2, വിഷ്ണുവിന്റെ തത്വം, സ്റ്റെബിലിറ്റി. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകുക, നല്ല കാര്യങ്ങൾ തുടരുമെന്ന് പറയുക. 3, ബ്രഹ്മാവിന്റെ തത്വം, ഇന്നോവേഷൻ. പഴയ ആശയങ്ങൾ മാറ്റി പുതിയ ഫ്രഷ് ഐഡിയകൾ മുന്നോട്ട് വയ്ക്കുക. 4, ദുർഗയുടെ തത്വം, പ്രൊട്ടക്ഷൻ. വന്യജീവി ആക്രമണം പോലുള്ള ഭീഷണികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുക. കണ്ടില്ലേ, ഈ സ്ട്രാറ്റജി വോട്ടർമാരുടെ ദേഷ്യം, പേടി, പ്രതീക്ഷ, അരക്ഷിതാവസ്ഥ ഇതെല്ലാം ഒരേ സമയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിത്ര പവർഫുള്ളാകുന്നത്. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. കേൾക്കാനുള്ള ജനവിധി. ഇടുക്കിയിലെ ഈ ഇലക്ഷൻ റിസൾട്ട് വെറുമൊരു ലോക്കൽ ന്യൂസല്ല, അത് ഗവൺനൻസിനെപ്പറ്റി, ജനാധിപത്യത്തെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. നല്ല ഭരണം, അതിന്റെ ഭാവി എന്താണെന്നുള്ളത് ഒരു വലിയ രഹസ്യമൊന്നുമല്ല. അത് വലിയ തിയറികളിലോ എക്സ്പേർട്ട് റിപ്പോർട്ടുകളിലോ ഒന്നുമല്ലായിരിക്കുന്നത്. അതിന്റെ ഉത്തരം നമ്മുടെയെല്ലാം കൺമുന്നിൽ തന്നെയുണ്ട്. അതെ, അത് നമ്മുടെയെല്ലാം ഡെയിലി ലൈഫിലെ ഡാറ്റായിലാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ പരാതികളിൽ. ഒരു റോഡിന്റെ അവസ്ഥയെന്താണ്, എത്ര ദിവസം വെള്ളം കിട്ടിയില്ല, വിളകൾക്ക് എന്ത് വില കിട്ടി. ഇതാണ് റിയൽ ഡാറ്റ. ഈ ഡാറ്റയെ ആരാണോ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് അവർക്കാണ് ഭാവി. ജനങ്ങളുടെ ആവശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ഗൈഡ്ലൈൻ. ഈ ഡാറ്റയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ജനങ്ങളുടെ വിവരങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റാ സംരക്ഷണ ചട്ടക്കൂട് ആവശ്യപ്പെടുന്നതും ഈ സമ്മതവും സുതാര്യതയുമാണ്. ഭരണം മെച്ചപ്പെടുത്താൻ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഈ മൂല്യങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ്: ആരാണ് കേൾക്കാൻ തയ്യാറുള്ളത്? ജനങ്ങളുടെ ശബ്ദത്തിന് ആരാണ് ചെവി കൊടുക്കുന്നത്? ആത്യന്തികമായി ജനവിധി എന്നത് കേവലം സംസാരിക്കാനുള്ളൊരു അവസരമല്ല, അത് ഭരണാധികാരികളെ കേൾക്കാൻ പഠിപ്പിക്കാനുള്ളൊരു ആഹ്വാനമാണ്. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നൊരു നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. പർപ്പസ് ബിയോണ്ട് പൊളിറ്റിക്സ്.